അസ്സലാമലൈക്കും. ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് സ്പെഷ്യൽ പുട്ടും ബീഫ് കറിയുമായിട്ടാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഇനി പുട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. തേങ്ങ ചിരണ്ടിയതും ക്യാരറ്റ് ചീകിയതും മുട്ട പുഴുങ്ങിയതുമാണ് നമ്മൾ പുട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ എടുത്തേക്കണത് പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കണത്. ഇപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിരട്ടപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫിന് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തേക്കണത് 3 സവാളയാണ്. വാടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ ബീഫ് കറിയിൽ സവാള മാത്രമേ ചേർക്കണുള്ളൂ, ചുമന്നുള്ളി നമ്മൾ ചേർക്കണില്ല. തീ നമ്മളിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ പുട്ടിന് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പെട്ടെന്ന് സവാള വാടിക്കിട്ടാനാണ് ഉപ്പിട്ടേക്കണത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീർ മുളക് പൊടി, സാദാ മുളക് പൊടി കുറച്ച്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായില്ല, ഇപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവി റെഡിയായോന്ന് നോക്കാം. നമുക്കിപ്പോൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളകാണ് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ഉണക്കമുളകാണ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. നമ്മുടെ ബീഫ് കറി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇതാണ് ഞങ്ങളുടെ പുട്ടും ബീഫും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.